ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ഇന്നലെ 2/1/2025 24,167 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 20 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ്. 24,196 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ആയത്. എന്നാൽ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് നോക്കിയാൽ കാണാം, ആദ്യത്തെ 5 മിനിറ്റിൽ ഒട്ടും തന്നെ അപ്പോഴ് പോയിരുന്നില്ല. അപ്പോൾ പതിവ് പോലെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്താൻ സാധിച്ച ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയേക്കാം. ഇത്തരത്തിൽ സ്റ്റോപ്പ് ലോസിനെ അത്ര ഫിയർ ഇല്ലാത്ത, അതല്ലെങ്കിൽ ട്രേഡ് എങ്ങോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യാൻ കൂടുതൽ പ്രോബബിലിറ്റി എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അത്തരം ഒരു ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിച്ച് പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു ഓപ്ഷൻ ചെയ്തവർക്ക് തീർച്ചയായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലേക്ക് 24,136 എന്ന ലെവലിലേക്ക് ഒരു മൂവ് കിട്ടിയിരുന്നു. അതായത് ഇന്നത്തെ ഉയരം അറിയാം, 24,196 ലെവലാണ്. ആ ലെവലിൽ നിന്നും 36ലേക്ക് വന്നപ്പോൾ ഏതാണ്ട് 60 പോയിന്റ് മൂവ്മെൻറ്റ്. ഒരു ATM ഓപ്ഷൻ എടുത്ത് ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഒന്ന് അല്പം വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയ ഏതൊരാൾക്കും ഇവിടെ നിന്നും സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് പ്രൈസ് പോരുന്നത് എന്ന് കണ്ട് അതേ പൊസിഷൻ തന്നെ വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ ട്രേഡ് ചെയ്തവർക്ക് വളരെ വലിയ താമസമില്ലാതെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു. അവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ കിട്ടി. വീണ്ടും ട്രേഡിംഗ് അതേപോലെ തന്നെ പോന്നിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് സാമാന്യം നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരുന്നു. വീണ്ടും ട്രേഡ് വളരെ പെട്ടെന്ന് പോസിറ്റീവ് കിട്ടിയെങ്കിലും പിന്നീട് കിട്ടിയ ഓരോ അപ്പ് മൂവും സെല്ല് ചെയ്ത് തന്നെ പോന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന രണ്ടാമത്തെ സപ്പോർട്ട് ലെവല്, ആ ലെവലിന് താഴെയും പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസിംഗ് ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അത്തരത്തിൽ കിട്ടിയാൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ്, ഈ അപ്പ് മൂവ് കൃത്യമായി ട്രേഡ് ചെയ്തവരുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുണ്ട്. എന്നാൽ അവിടുന്ന് ഡിക്ലൈൻ പോരുമ്പോൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവരുണ്ട്. അത്തരത്തിൽ നോക്കിയാൽ കൃത്യമായ നമ്മളുടെ സപ്പോർട്ട്, നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ആദ്യം ലഭിക്കാവുന്ന സപ്പോർട്ട് ഏരിയയിൽ ചെന്ന് പ്രൈസ് വീണ്ടും മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കിട്ടിയ റൈസ് എല്ലാം ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടിയ അപ്പ് മൂവ് സെല്ല് ചെയ്തു, പ്രോഫിറ്റ് എടുത്തു, വീണ്ടും അപ്പ് കിട്ടി, ഈ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ട്രേഡ് ചെയ്തു, നല്ല പ്രോഫിറ്റ്. താഴെ വീണ്ടും രേഖപ്പെടുത്തിയിരുന്ന 23,962-ന് 23,976 ലെവൽ വരെ ഏതാണ്ട് 14 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ നിഫ്റ്റി ഇന്ന് ലോ കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം 23,989 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ച ഈ പ്രൈസ് മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. 23,974 എന്ന ലെവൽ, ഇന്നത്തെ ലോ ഓൾമോസ്റ്റ് ആ ലെവൽ തന്നെയാണ് ഞാനൊരു ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ 23,907 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഫാളിങ് കണ്ടിന്യൂ ആയി പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട്. ഇന്നത്തെ ലോയിൽ അവിടെ നിൽക്കുകയാണ് എങ്കിൽ നാളെ ഒരു തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ തന്ന് അപ്പോഴ് ഒരു ഓസിലേഷനാണ് കിട്ടുന്നതെങ്കിൽ എന്നുള്ള കണക്കൂട്ടലാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ലഭിക്കാവുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് 24,165 അതുപോലെ ഇന്നത്തെ ഉയരവും, ഇന്നത്തെ അല്ല കഴിഞ്ഞ ദിവസത്തെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ലെവലുകൾ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന 24,229 എന്ന ലെവലിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്.
അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് വളരെ വേഗത്തിൽ ഒരു അപ്പ് മൂവ് നൽകാവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം അത്രയും ബുള്ളിഷ് ആയ ഒരു മൂവ്മെൻറ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതീക്ഷ വേണം. അതുകൊണ്ട് ടാർഗറ്റുകൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നമ്മുടെ ടാർഗറ്റുകൾ കവർ ചെയ്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഈ ലെവലുകളിൽ നിന്നെല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റീ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യാൻ സാധ്യത കൂടുതൽ. 50,947 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 51,582 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 51,406 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് 51,406 എന്ന ലെവലിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് ആദ്യം വേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് സ്ലോവലി ഈ 54,582 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാമെന്നും എന്നാൽ അതിന് മുകളിലോട്ട് കടന്ന് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് തൊട്ട് മുകളിൽ കാണുന്ന ലെവലുകളാണ് ഇതാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 50,768 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുന്ന ഒരു സിംറ്റമാണ് കാണിക്കുന്നതെങ്കിൽ പ്രൈസ് അല്പം കൂടെ വീക്കാണ് എന്ന് മനസ്സിലാക്കാവുന്നതും. തുടർന്ന് ഈ ലെവലുകൾ ഗ്രാജുവലി ടാർഗറ്റുകളായി ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ കണക്കാക്കുന്നത്. 79,170 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 79,874 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതിനേക്കാളും ഉയരത്തിൽ സെൻസെക്സ് ഓപ്പൺ ആയെങ്കിൽ പോലും അപ്പോൾ തന്നെ സെല്ലിംഗ് ആണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ലെവൽ ഇന്നത്തെ ഉയരമാണ് ഞാൻ പിന്നീടുള്ള ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് തുടർന്ന് മുകളിലോട്ട് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് അപ്പർ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് തൊട്ട് മുകളിൽ കാണിച്ചിട്ടുള്ളവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 78,901 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ പ്രധാന സപ്പോർട്ട് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് കരുതുന്നത്.
ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അവസ്ഥയിലേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണെന്ന് ഓർക്കുക. എന്നാൽ ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതിലെൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് അതിലൂടെ വോയിസ് മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവായി വോയിസ് മെസ്സേജ് മാത്രം അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ സന്തോഷമായിരിക്കും. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വളരെ കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ, നല്ല ലാഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്